ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും നമുക്ക് വിധി എഴുതുവാൻ സാധിക്കത്തില്ല. നമുക്ക് വിധി എഴുതാൻ സാധിക്കും, പക്ഷേ നമ്മൾ എഴുതുന്ന വിധി പോലെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും ആം, പരിണമിക്കുകയോ അല്ലെങ്കിൽ സംഭവിക്കുകയോ ചെയ്യില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എല്ലാ കാര്യത്തിലും മനുഷ്യൻ്റെ നമ്മളുടെയൊക്കെ ജീവിതം ഉൾപ്പെടെ അതിനെല്ലാം അത് ഡിസേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് അർഹിക്കുന്ന ഒരു ക്ലൈമാക്സ് എപ്പോഴും ഉണ്ടാകും. ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മരണത്തോടനുബന്ധിച്ച് മാത്രമല്ല പറയുന്നത്. മരണമാണല്ലോ നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റുള്ള ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി ഘട്ടങ്ങൾ, പല ഫേസസ് ഓഫ് ലൈഫുണ്ട്. അപ്പോൾ അത് വന്ന് സംഭവിച്ച് മാറി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയും അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ ഓരോ ഘട്ടങ്ങൾ അത് നമുക്കൊരു പക്ഷേ മനുഷ്യർക്ക് അതിനെ സൂക്ഷ്മമായിട്ട് നമുക്ക് നിരീക്ഷിക്കുവാനോ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ കാണുവാനോ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരേ രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ളൊരു ധാരണയാണെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാളും ജീവിച്ചിരിക്കുന്നൊരു വ്യക്തി പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ മാറി മറിഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്ലൈമാക്സുകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസിനെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം അത് ഡിസേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് അർഹിക്കുന്ന ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരത്തില്ല. നമുക്ക് നാടകമോ സിനിമയൊക്കെ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾക്ക് അവരെ ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അതിനെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ക്ലൈമാക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ചില സിനിമയിലൊക്കെ നമുക്കറിയാം ഡയറക്ടറും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നാടകത്തിലൊക്കെ തന്നെ ക്ലൈമാക്സുകൾ കൊണ്ടെത്തിക്കുവാനും അതിനെ ആ ഒരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടാനൊക്കെ സാധിക്കും. പക്ഷേ അത് റിയൽ ലൈഫാണത്. റിയൽ ലൈഫ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒറിജിനൽ ലൈഫിൽ ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അല്ലെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലൊന്നും ഒരിക്കലും കാര്യങ്ങൾ നടക്കത്തില്ല. നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാം, പക്ഷേ ആ സ്ക്രിപ്റ്റിനനുസരിച്ചൊരിക്കലും ഒരു മനുഷ്യ ജീവിതത്തിലും കാര്യങ്ങൾ സംഭവിക്കത്തില്ല എന്നുള്ള കാര്യം വളരെ റിയലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു സത്യമാണ്. കാരണം എല്ലാത്തിനും സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമമുണ്ട്. ആ പരിണാമത്തിലേക്ക് നയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളും അല്ലെങ്കിൽ നമ്മളുടെ തിരഞ്ഞെടുക്കലുകളൊക്കെ തന്നെ ആയിരിക്കും. വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അറിഞ്ഞോ അറിയാതെ നമ്മൾ പറയുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ചോയ്സസ് ആണ് ശരിക്കും. ആ ചോയ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് അത് പ്രവൃത്തിയായിട്ട് രൂപാന്തരപ്പെടുന്നു. ആ പ്രവൃത്തികളുടെ പരിണാമമായിരിക്കാം ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സമ്മാനിക്കുന്ന ക്ലൈമാക്സസ്. അപ്പോൾ അതും തീർച്ചയായിട്ടും നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ ബേസ് ചെയ്തായിരിക്കും. നമ്മളുടെ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഫാൻസീസ്, നമ്മുടെ ഇമോഷൻസ്, അല്ല നമ്മുടെ വികാരങ്ങൾ എപ്പോഴും പൊതുവെ ഒട്ടുമിക്ക എല്ലാ മനുഷ്യരുടെയും വൈകാരികമായിട്ടുള്ള ഒരവസ്ഥ തന്നെ വളരെ അൺഹെൽത്തി ആയിരിക്കും, അല്ലെങ്കിൽ ഇമ്മച്യൂർ ആയിരിക്കും. പക്വതയില്ലാത്ത അല്ലെങ്കിൽ അനാരോഗ്യപരം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തലത്തിലുള്ള ഒരു സംഭവമാണ് പലരുടെയും ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇമോഷൻസ് നമുക്ക് അത്യാവശ്യമാണ്, കാരണം നമ്മൾ ഇമോഷണലാണ് ഹ്യൂമൻ ബീയിങ്സ് എല്ലാം തന്നെ. പക്ഷേ അതിനെ നമ്മുടെ ലൈഫിനെ വൾഗറൈസ് ചെയ്യുന്ന ഒരു വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമോഷൻസിൻ്റെയൊക്കെ തന്നെ അപക്വമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമല്ലാത്ത രീതിയിലുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രകടനങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ ആഗ്രഹിക്കുകയും നമ്മൾ പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന, അതുപോലെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമോ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥ ഏതെങ്കിലും ഒരു വ്യക്തിയോടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റ് വേറെ രീതിയിലായിരിക്കും. ഇനി
ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയോ നമ്മളിപ്പോൾ സൗഹൃദത്തിലും ബന്ധത്തിലൊക്കെ വരുമ്പോൾ പണ്ടെഴുതിയ സ്ക്രിപ്റ്റ് ആയിരിക്കത്തില്ല ഇപ്പോൾ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ തന്നെ നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരിക്കലും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മൾ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ല. പക്ഷേ അത് നമ്മുടെ സൗകര്യങ്ങളനുസരിച്ച് നമ്മൾ അതിനെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും സത്യത്തെ അങ്ങനെയാണല്ലോ നമ്മൾ വികലമാക്കുകയും അല്ലെങ്കിൽ ഒരു വൾഗറൈസ് ചെയ്യുന്ന, ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടം ജീവികളാണല്ലോ നമ്മൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ സ്ക്രിപ്റ്റിനനുസരിച്ചൊന്നും നടക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ കലാകാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അത് ഓരോ ഫേസ് ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു. ആ ഫേസ് അല്ലെങ്കിൽ ഘട്ടത്തിനുണ്ടാകുന്ന ക്ലൈമാക്സ് സ്വാഭാവികമായിട്ടും അത് നമ്മളെന്ന് പറയുന്ന വ്യക്തി ഡിസേർവ് ചെയ്യുന്ന തരത്തിലുള്ള ക്ലൈമാക്സ് ആയിരിക്കും. അതെന്തിനല്ല ശരി, നമ്മളൊരു വ്യക്തിക്ക് നല്ലത് എന്ന് പറയുന്ന അവസ്ഥയായാലും ശരി, അല്ലെങ്കിൽ മറുഭാഗമായാലും ശരി, ഇതെല്ലാം തന്നെ ആ വ്യക്തി ഡിസേർവ് ചെയ്യുന്ന, അതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും ആരായാലും ശരി അങ്ങനെ തന്നെയായിരിക്കും. അല്ലാതെ നമ്മളുടെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ ബേസ് ചെയ്തായിരിക്കത്തില്ല നമ്മുടെ ലൈഫിലൊന്നും ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാക്കാൻ സാധിക്കുന്ന ചേഞ്ചസ് വളരെ എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ ഒക്കെ തന്നെ വളരെ ലിമിറ്റഡാണ് ശരിക്കും പറഞ്ഞാൽ. ആ ലിമിറ്റേഷനുള്ളിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ബാക്കിയൊക്കെ നാം പറഞ്ഞ് വളരെ സ്വാഭാവികമായിട്ടും നമ്മളുടെ അറിവില്ലാതെ, നമ്മളുടെ അനുവാദമില്ലാതെ, നമ്മളറിയാതെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും. അതിനകത്തൊന്നും നമുക്കൊരിക്കലും ഇടപെടാൻ സാധിക്കത്തില്ല നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലേ? അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, ആക്സിഡൻറ്റ്, ദുരിതം, അസുഖം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ, ഇതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. ഓൾ ഓഫ് എ സഡൻ എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ അനുവാദം ചോദിക്കാറില്ല, നമുക്ക് വേണ്ടി കാത്തിരിക്കാറില്ല. നമുക്ക് വേണ്ടി കാത്തിരിക്കും, അത് നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് അത് ഒക്കർ ചെയ്യാനുള്ള, സംഭവിക്കാനുള്ള സമയത്തിന് വേണ്ടി കാത്തിരിക്കായിരിക്കും. പക്ഷേ നമ്മളോട് സമയം ചോദിക്കാറില്ല. നാളെ രാവിലെ 10 മണിയാകുമ്പം നിനക്ക് ഞാൻ ഒരു ആക്സിഡൻറ്റ് തരട്ടെ, അല്ലെങ്കിൽ നാളെ നിനക്ക് ഞാൻ ഒരു പനി തരട്ടെ, അല്ലെങ്കിൽ തലവേദന തരട്ടെ എന്ന് നമ്മളോട് ഈ പറഞ്ഞ കാലം അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ പ്രകൃതി നമ്മളോട് ചോദിക്കാറില്ല. ഏത് ശക്തിയാണോ അതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുടെ ഈ സ്വാധീനത്തിനും നിയന്ത്രണത്തിനും അകലെയാണ്, വെളിയിലാണ്. നമുക്ക് സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും പറ്റുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡാണ് എന്നുള്ളതാണ് സത്യവും ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യത്തിൻ്റെ തലം ആണ് ജീവിതത്തിന് എപ്പോഴും ഉള്ളത്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി പൂർണ്ണമായിട്ടും അംഗീകരിക്കേണ്ടത് എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് അനിഷ്ടമായിട്ടുള്ള, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട യാഥാർത്ഥ്യത്തിൻ്റെ ഫലമാണ് അതെന്നുള്ളത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആ യാഥാർത്ഥ്യത്തെ നമ്മൾ വിസമ്മതിക്കാനോ നിരസിക്കാനോ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ അത് ഗുണം ചെയ്യത്തില്ല, പ്രയോജനം ചെയ്യത്തില്ല. മറിച്ച് നമുക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അപ്പോൾ അങ്ങനെയുള്ളൊരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ഒരു മനോധർമ്മം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടെ. യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക 1, 2 യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് അതിനെ അംഗീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അത് അംഗീകരിക്കുക എന്നുള്ളത് എന്താണ് അർത്ഥമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഒത്തിരി പരിമിതികളുള്ള അല്ലെങ്കിൽ ഒത്തിരി കുറവുകളുള്ള ഒരു ക്രീച്ചർ, ജീവിയാണ് എന്നുള്ളൊരു വ്യക്തത അല്ലെങ്കിൽ വസ്തുത നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക എന്നുള്ളത്. യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് നേരത്തെ മുൻകൂട്ടി ഇതെല്ലാം നമ്മളുടെ വിവേകത്തിൻ്റെ, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ആയാലും ശരി, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ എന്താണ് പറയുന്നത്, നമ്മൾ പൊതുവേ
സാമാന്യവൽക്കരിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങളുടെ ഫലം, പ്രവൃത്തിയുടെ ഫലം എന്നൊക്കെ പറയും. കാരണം പ്രവൃത്തിയാണ് നമുക്ക് ഏറ്റവും പ്രകടമായി കാണാൻ പറ്റുന്ന കാര്യം, ഫിസിക്കലായിട്ടുള്ള നമ്മൾ, അല്ലേ? ഒരു മനുഷ്യൻ ചെയ്യുന്ന ശാരീരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ചലനങ്ങളാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ കൈ അനക്കുന്നതൊക്കെ പ്രവൃത്തിയാണ്, സംസാരിക്കുന്ന പ്രവൃത്തിയാണ്, കണ്ണ് ചുമ്മുന്നത് പ്രവൃത്തിയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? എല്ലാം പ്രവൃത്തിയാണ്. ഭൗതികമായിട്ട് സാധ്യമാകുന്ന എല്ലാം തന്നെ പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികളുടെ പിന്നിൽ നമ്മളുടെ ഒരു സങ്കല്പവും ചിന്തയും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയുണ്ട്. കാരണം ഈ ഏറ്റവും ബാഹ്യമായിട്ട് സംഭവിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വാക്കുകൾ, മനസ്സാ വാച കർമ്മണ നമ്മളതിൽ മനസ്സേ വാക്ക് പ്രവൃത്തി. മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം എല്ലാത്തിൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ചിന്തയായിരിക്കും, അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞാൽ ചിന്തയായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പരിണാമങ്ങളായിരിക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള തലത്തിൽ നമ്മൾ കാണുന്ന നമ്മളുടെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ. അല്ല, മനുഷ്യൻ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് സ്വയമോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ ഒന്നും ഒരിക്കലും ഈ ലോകത്തിൽ സംഭവിച്ചിട്ടില്ല, സംഭവിക്കത്തില്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. അത് വളരെ ക്ലിയറുമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മളതിൽ ഈ പച്ചയായ യാഥാർത്ഥ്യം അല്ലെങ്കിൽ പരമസത്യം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ജീവിതമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളുക, അംഗീകരിക്കുക. നമ്മളുടെ അവസ്ഥ എന്താണോ അതാണ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട യാഥാർത്ഥ്യം. അതിന് മാറ്റം ഉണ്ടാകാം. അപ്പോൾ മാറ്റം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിലുള്ള യാഥാർത്ഥ്യം മാറാം തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് ദരിദ്രനായിട്ടുള്ളൊരു വ്യക്തി, ദരിദ്രൻ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് പറയല്ല, എന്നുവെച്ചാൽ സാമ്പത്തികമായിട്ട് വലിയ മെച്ചമില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി നാളെ ധനികനാകുമ്പോൾ തീർച്ചയായിട്ടും ദരിദ്രൻ എന്നുള്ള യാഥാർത്ഥ്യം മാറി ധനികൻ എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് ആ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് പരിണമിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകാം, നമ്മുടെ അവസ്ഥകൾക്ക് തീർച്ചയായിട്ടും. അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ മാറി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മുടെ ലൈഫ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതമായിട്ട് ഇപ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട യാഥാർത്ഥ്യം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മുടെ ലൈഫിനെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിനെ മാറ്റാനുള്ള കഴിവ് നമുക്കുണ്ട്, അതിനെ മാറ്റാനുള്ള അവകാശം നമുക്കുണ്ട്, അതിനെ മാറ്റാൻ നമുക്ക് തീർച്ചയായിട്ടും അധികാരമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. നമ്മൾ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് എഴുതാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് നടക്കത്തുമില്ല, പൂർണ്ണമായിട്ട് നടക്കത്തില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പം സത്യമാക്കുവാൻ കഴിഞ്ഞേക്കും ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലാതെ അതിനപ്പുറത്ത് നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഒട്ടനവധി, മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിഭാഗവും അവസ്ഥകളും കാര്യങ്ങളും നമ്മുടെ അനുവാദമില്ലാതെ, നമ്മുടെ അറിവില്ലാതെ, നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറവും അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടും, നമ്മൾ ടോട്ടലി നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ കഴിയാത്ത കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതും അല്ലെങ്കിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ. നല്ല വശത്തിലായാലും ശരി, നമ്മൾ പറയുന്ന മറ്റ് ഈ മോശം വശം ആയാലും ശരി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ജീവിതത്തിന് യാഥാർത്ഥ്യത്തിൻ്റെ ഒരു മുഖമുണ്ട്, ഒരു വശമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്നുള്ളത് നമ്മളത് തിരിച്ചറിഞ്ഞ് നമ്മളതിനെ മാറ്റേണ്ട ഒരു വശമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ധൈര്യപൂർവ്വം നമ്മളതിനെ ന്യായമായ വഴിയിൽ കൂടി മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ അവകാശമാണ്, നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാനൊരു പ്രധാനപ്പെട്ടൊരു ഇൻസേർഷൻ, ന്യായമായിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തു തെണ്ടിത്തരവും അല്ലെങ്കിൽ ഊളത്തരവും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും നമുക്കും ഒക്കെ തന്നെ ബുദ്ധിമുട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കി വെക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ന്യായം എന്നാണ് എപ്പോഴും ഞാൻ സ്ട്രെസ് ചെയ്യുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ന്യായമായിട്ടുള്ള പ്രവൃത്തികളിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുവാനുള്ള അവകാശവും ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. അതിനപ്പുറത്ത് നമുക്ക് ഒരിക്കലും കടന്ന് രക്ഷപ്പെടാനോ ഒരു എസ്കേപ്പ് റൂട്ടില്ല. അതിനപ്പുറത്ത് പറഞ്ഞാൽ ലൈഫ് നമുക്കൊരു എസ്കേപ്പ് റൂട്ട്, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്കൊരു എസ്കേപ്പ് റൂട്ട് തരത്തില്ല. അത് നമുക്ക് തീർച്ചയായിട്ടും
അത് സഞ്ചരിച്ച് അല്ലെങ്കിൽ അത് നമ്മൾ അതിൽ കൂടെ കടന്നു പോയി അതിനെ നമുക്ക് ഫിനിഷ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, നമുക്കിപ്പം പെയിൻ ഉണ്ടാകുന്നൊരവസ്ഥ, പെയിൻഫുൾ ആയിട്ടുള്ള വളരെ വേദന ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഓടി രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അതിന് അതിൻ്റെ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ളൊരു സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നത് അതിനൊരു കാലയളവുണ്ട്. ചില ശാരീരികമായിട്ടുള്ളതായാലും മാനസികമായിട്ടുള്ളതായാലും ചിലത് കുറച്ച് സമയം നിലനിൽക്കുന്നതായിരിക്കും, ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ നിൽക്കുന്ന, ചിലത് മാസങ്ങളോളം നിലനിൽക്കുന്ന വേദനകളുണ്ടാകാം, മാനസികമായിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടായാലും. അതിനെയൊക്കെ നമ്മൾ ആ ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ്, അതൊരു പ്രോസസ്സാണ്, എവല്യൂഷണറി പ്രോസസ്സാണ്. നമുക്കതിനകത്ത് കൂടെ സഞ്ചരിച്ച് മാത്രം നമുക്കതിനെ അതിൽ നിന്ന് നമുക്ക് മുക്തി അല്ലെങ്കിൽ ഒരു ഫ്രീഡം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇല്ല, ഇപ്പം പെയിൻ കില്ലർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു ആശ്വാസം ഉണ്ടാകുമെന്ന് തോന്നുമെങ്കിൽ തന്നെയും ദാറ്റ് പെയിൻ വിൽ എക്സിസ്റ്റ് ദെയർ. ആ പെയിൻ ഉണ്ടാകും, ഇന്നല്ലെങ്കിൽ നാളെ അത് മറ്റൊരു രീതിയിൽ നമ്മളെ അതിനെ വശപ്പെടേണ്ടി വരും. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും പെയിൻഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമുക്കറിയാം മനുഷ്യനെ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്ലഷേഴ്സ്, സന്തോഷങ്ങൾ, ഹാപ്പിനെസ്സൊക്കെ വളരെ പെട്ടെന്ന് പോകുന്നതാണ്. പെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കത്തില്ല. അത് നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരിക്കൽ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളത് നമ്മുടെ ഉള്ളിൽ അത് റീസൈക്കിൾ ചെയ്ത് ഇല്ലേ നമ്മൾ എന്ന് ഓർമ്മിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാം. അതാണ് ഈ പെയിനും പ്ലഷറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അതുകൊണ്ട് പ്ലഷറിനെ നമ്മൾ കൂടുതൽ സന്തോഷിക്കാതിരിക്കുക, കൂടുതൽ പ്ലഷറിന് ആഹ്ലാദം, സന്തോഷം നോക്കിയതാണ്. സുഖം തേടിപ്പോകാതിരിക്കുക. കാരണം സുഖം തേടിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ മറുവശമുള്ള ദുഃഖം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പച്ച യാഥാർത്ഥ്യങ്ങളെ, പരമ സത്യത്തെ നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അതുമായി പൊരുത്തപ്പെടുക. അത് മാറ്റേണ്ട അവസ്ഥയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഊർജം ഉപയോഗിച്ചിട്ട് ജീവിത യാഥാർത്ഥ്യവുമായിട്ട് നമ്മൾ റിക്കൺസിൽ ചെയ്ത് അതിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണെങ്കിൽ മാറ്റിയെടുക്കുക, നമുക്ക് കഴിയാത്തതാണെങ്കിൽ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ തൽക്കാലം പറയാനുള്ളൂ. അപ്പോൾ നമ്മളായിട്ട് സ്ക്രിപ്റ്റുകളൊന്നും എഴുതാതിരിക്കുക. സ്ക്രിപ്റ്റിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല. ജീവിത യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കി അതുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അത് മാറ്റിയെടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ധൈര്യവും ആർജവും ഉത്തരവാദിത്വവും നമ്മൾ സ്വയം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. ഓക്കെ, ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.